ഞാൻ അതിഥി റാവു ഹൈദരിയുടെ ഒരു കട്ട ഫാനാണ്. അവർക്ക് 46-year-old ആണെന്ന് അവർ കണ്ടാൽ പറയില്ല. സോ പ്രിറ്റി ലേഡി ആൻഡ് ഷീ ഈസ് ലുക്ക് ലൈക്ക് 18 ഓൺലി. 18-ലോ 20-ലോ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചു പോകും. ഇത്ര യങ് ലുക്കാണ്. അവരുടെ ഫേവറേറ്റ് ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു എഗ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി. അപ്പോൾ അതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അണിയൻ എടുത്ത് മൂൺ ഷേപ്പിൽ കട്ട് ചെയ്യുക എന്നുള്ള അവരുടെ ഡയലോഗ് തന്നെ ഈ ഒരു റെസിപ്പിയിൽ ഭയങ്കര ഫേമസ് ആണ്. സോ അതുതന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഉള്ളി എടുത്തതിന് ശേഷം അതിനെ ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഹാഫ് സർക്കിളായിട്ട് കട്ട് ചെയ്യുക. ദെൻ ആഫ്റ്റർ അത് കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ഈ അണിയൻ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം പച്ചമുളക് ആഡ് ചെയ്യുക, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക, ഉപ്പ് ആഡ് ചെയ്യുക, അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുക. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അതിലോട്ട് മുട്ട ജസ്റ്റ് പൊട്ടിച്ചൊഴിക്കുക. മുട്ടയെ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് പൊട്ടിച്ചൊഴിക്കുക മാത്രമേ ചെയ്യാവൂ. 1, 2, 3 മുട്ട നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്നറിയോ? നമ്മളൊരു പേസ്റ്റ് ഇതിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ് മേക്കർ. ആകെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി. നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചേക്കുക. സത്യം പറഞ്ഞാൽ ഈ ഡിഷ് ആർക്കും ഇഷ്ടപ്പെടാതെ വരില്ല, അത്രയും ടേസ്റ്റാണ് ഇതിന്. എന്നിട്ട് ഇതിങ്ങനെ എഗ്ഗിൻ്റെ മീതെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ടായിരിക്കും. ഇനി പുറത്തെടുത്ത് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുറത്തിറക്കി സെർവ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ്ഡ് ആവും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ലഞ്ചായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം, ഇത് മാത്രമായിട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ചേർത്തിട്ടും കഴിക്കാം. സോ അടിപൊളി ഒരു ഡിഷാണ്. വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.